അപ്പോൾ ഇനി നമ്മൾ ഷാബാസിലേക്ക് പോകുന്നു. ഹോട്ടലുകളുടെ അടുക്കളയിൽ വരെ ലോകകപ്പ് ആവേശമാണ്. തൃശൂർ വാക്ക് സ്ട്രീറ്റ് ഹോട്ടലിൽ അർജന്റീന സ്പെയിൻ ജേഴ്സിയിലാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അവർ ഭക്ഷണം വിളമ്പുന്നതും മെസ്സിയും ലാമിൻ യമാലും ഒക്കെ ഭക്ഷണം വിളമ്പുന്നു. ആ ഭക്ഷണത്തിന് എന്തൊരു ടേസ്റ്റ് ആയിരിക്കും. ഷാബാസ് അഹമ്മദ് വിശദീകരിക്കും. ഷാബാസ്, എന്താണ് അവിടുത്തെ കാഴ്ച? ബിഗ് സ്ക്രീനുകൾക്ക് മുന്നിലും തെരുവുകളിലും മാത്രമല്ല ലോകകപ്പ് ആവേശമുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ നഗരത്തിലെ ബോക്സ് സ്ട്രീറ്റ് എന്ന ഹോട്ടലിന്റെ അടുക്കളയിലാണ്. ലോകകപ്പ് ആവേശം ഈ അടുക്കള വരെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ജ്യൂസ് അടിക്കുന്നതും മറ്റു വിഭവങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ മെസ്സിമാരും ലാമിൻ യമാലുമാരും ഒക്കെയാണ്. അത്തരത്തിൽ വലിയ ആവേശത്തിലാണ് ഫൈനലിനെ എല്ലാവരും സ്വീകരിക്കുന്നത്. ഇവർക്കൊക്കെ ഈ ജോലി തിരക്ക് കാരണം പുറത്തുപോയി ആഘോഷിക്കാനുള്ള ഒരു അവസരമില്ല. അതിനെ തന്നെ പറയുന്നത് ഈ ഹോട്ടൽ മുറിക്കകത്ത് ഈ അടുക്കളക്കകത്തൊക്കെ വലിയ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ വലിയ തിരക്കിലാണ് എല്ലാവരും ഉള്ളത്. ഈ ഷെഫുമാരെയൊക്കെ കാണാം. ലോകകപ്പ് അടുക്കളക്കകത്ത് ആഘോഷമാക്കി. തീർച്ചയായിട്ടും ലോകകപ്പ് അർജന്റീനയ്ക്ക് തന്നെയാണ്, അത് ഉറപ്പല്ലേ? അപ്പൊ മെസ്സിയുടെ സ്കില്ലൊക്കെ ഉണ്ടാവും കുക്കിങ്ങില്. തീർച്ചയായിട്ടും അത്ര ക്ലെവറിലും ഹൈജീനിക്കിലുമാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ ജയിച്ചിരിക്കുന്ന ഉറപ്പാണ്. എന്തൊക്കെയാണ് പുതിയ സ്കില്ല്? ഡ്രിബ്ലിംഗ് ഒക്കെ ഉണ്ടോ ഉണ്ടാക്കണേ? നോക്കുന്ന ഡ്രിബ്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. ഇനി നമുക്ക് നോക്കാം എന്താവാന്ന്. സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഫോർ അർജന്റീന. എത്ര ഗോൾ അടിച്ചു? 2 ഗോൾ 3 ഗോൾ അടിക്കും വരുന്നത്. ആര്, അർജന്റീനയാണോ? തീർച്ചയായും ഉറപ്പാണ്. അവരടിക്കുന്നൊന്നുമില്ല. അവരടിക്കില്ല. ഇല്ല, നമ്മൾ തന്നെ അടിക്കും. നമ്മള് കിച്ചണിൽ തന്നെ ഒരുപാട് പാസ് കഴിഞ്ഞു. പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് പാസ് കഴിഞ്ഞു. ഗോൾ അടിച്ചോ? പിന്നെ അടിച്ചോണ്ടേ ഇരിക്കുന്നു. അവിടെ വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ബീഫ് ഉണ്ടാക്കുന്ന മെസ്സിയാണ്. ബീഫല്ലേ ഇന്നല്ലേ അർജന്റീന 5 കിലോ ബീഫ് സ്റ്റാഫിനാണ്. ഇത് അതിനുള്ള ബീഫാണ്. അതിനുള്ളതാണ്. മെസ്സി ഉണ്ടാക്കുന്ന ബീഫ് അർജന്റീന ജയിച്ചാല് സ്റ്റാഫിന് എല്ലാവർക്കും ഇവിടെ വിതരണം ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷെ അപ്പൊ നമുക്ക് എന്തായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഫുള്ള് സ്റ്റാഫിന് ഇവിടെ തന്തൂരി ചിക്കൻ കൊടുക്കും. റെഡിയാക്കി വെക്കുകയാണ്. ഒരു കുഴപ്പമില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മൊത്തം മെസ്സിമാരും ലാമിനിയമാലുമാരുമാണ് മൊത്തത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതും വിതരണം ചെയ്യുന്നതും ഒക്കെ ആളുകളിലേക്ക് എത്തിക്കുന്നതും ഒക്കെ ഉള്ളത്. സ്റ്റാഫുകൾക്ക് ഇപ്രശ്ന ലോകകപ്പ് നമ്മൾ ഉഷാറാക്കാണ്. നമ്മുടെ ലോകകപ്പ് അതിലും സ്പെയിൻ്റെ ഫാൻസ് ഉണ്ട്, അർജന്റീനയുടെ ഫാൻസ് ഉണ്ട്. പക്ഷെ ഇവരോടൊരു കാര്യം നമുക്ക് പറയാനുള്ളൂ, നിശബ്ദരായിരിക്കുക. അവസാന വിസിൽ മുഴങ്ങുന്നത് വരെ അത്രേ ഉള്ളൂ. നമ്മൾ തന്നെ എടുക്കും, അർജന്റീന തന്നെ എടുക്കും. വിസിൽ കഴിഞ്ഞാലും നിശബ്ദരായിരിക്കും. വിസിൽ കഴിഞ്ഞവർ നിശബ്ദരായിരിക്കില്ലല്ലോ. നമ്മളിന്ന് ആഘോഷമാണ്. നമ്മളിത് 3 മണി 4 മണി വരെ നമ്മൾ ആഘോഷമാണ്. നമ്മൾ സ്റ്റാഫിന്റെ കൂടെ നമ്മൾ കുറച്ച് നാളെ പ്ലാൻ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്നു, ആര് ഫൈനലിൽ വരുന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മളിന്ന് ആഘോഷമാക്കുകയാണ്. അർജന്റീന ജയിച്ച എന്താണ് ഓഫർ ഇവർക്ക്? ഇവർ ചോദിക്കുന്നു കൊടുക്കുന്ന നാളെ ഫുഡ്, അത്രേ ഉള്ളൂ. അർജന്റീന ജയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടമുള്ള ഫുഡ് നാളെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അർജന്റീനയാണോ ജയിക്കാം? അർജന്റീന ജയിക്കും. ഇവിടെ 4ാമത്തെ സ്റ്റാറും കയറും. ഒരു സ്റ്റാർ കൂടി കയറും. അതാണ്, വലിയ ആവേശത്തിലാണ്. എന്തായാലും ഈ ജോലി തിരക്കിനിടയിൽ ഈ ഹോട്ടലിന്റെ അടുക്കളയിലും ലോകകപ്പ് വലിയ ആവേശമാക്കി മാറ്റുകയാണ് എല്ലാവരും. വീഡിയോ ജേർണലിസ്റ്റ് ബിജു അമ്മക്കോടിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ തൃശൂർ.